ഇടത് വലത് ട്രേഡ് യൂണിയനുകളുടെ തൊഴിലാളി വഞ്ചന തിരിച്ചറിയണമെന്ന് കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്ദൂർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി വിജയൻ തിരുവനന്തപുരത്ത് ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുന്ന തീരുമാനമാണ് ഇടത് വലത് യൂണിയനും എംബികെയും കൈക്കൊണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനയുടെ നോട്ടിഫിക്കേഷൻ കാലാവധി 31/12/2025 അവസാനിച്ചിരുന്നു. 900 രൂപയാക്കി കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PLC ചെയർമാനും APKയ്ക്കും തൊഴിൽ മന്ത്രിക്കും BMS നോട്ടീസ് നൽകിയിരുന്നു. 43 രൂപ അടിസ്ഥാന ശമ്പളത്തിലും രൂപ എസ്കലേഷൻ എന്ന നിലയിലുമാണ് ആകെ 48 രൂപ തീരുമാനിച്ചത്. പ്രതിദിനം 5 വേതനം 900 രൂപയാക്കണം എന്ന് പറഞ്ഞ് ഭാരത് ബന്ദ് നടത്തിയവരാണ് തോട്ടം തൊഴിലാളികൾക്ക് 48 രൂപ മതിയെന്ന് APKയോട് സമ്മതിച്ചതെന്നും ബി വിജയൻ പറഞ്ഞു. 900 രൂപ കൊടുക്കണമെന്നുകൊണ്ട് ഭാരത് ബന്ദ് നടത്തിയ ആളുകളാണ് ഈ 48 രൂപ തൊഴിലാളി ദിവസത്തെ വേതനത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് സാധാരണയായിട്ട് 8 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ള നിയമമുണ്ടെങ്കിലും ഇവിടെ ജോലിക്ക് പോകുന്ന തൊഴിലാളിക്ക് ശരാശരി ഒരു 800 രൂപ ഇപ്പോൾ ശമ്പളം ലഭിക്കുന്നു. യൂണിയനില്ലാതെ സ്ഥിരമല്ലാതെ മാനേജ്മെന്റ് നേരിട്ട് വിളിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 800 രൂപയും 900 രൂപയും ഓട്ടോയോടെ ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപയും ഒരു ദിവസം കൂലി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ആനുകൂല്യങ്ങളുടെ വർധനവ് നടപ്പിലാക്കിയിട്ടില്ല. കൂലിയിലുള്ള നാമമാത്ര വർധനയല്ലാതെ DA, മറ്റ് ആനുകൂല്യങ്ങൾ, മെഡിക്കൽ ആനുകൂല്യം എന്നീ കാര്യങ്ങളിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. 48 രൂപ വർദ്ധിപ്പിച്ചത് ഏപ്രിൽ മുതൽ മാത്രമേ നൽകൂ. 1000 രൂപ അഡ്വാൻസ് എന്നത് കുടിശ്ശിക ഒഴിവാക്കാനുള്ള ഇലക്ഷൻ തന്ത്രമാണ്. ഇത് തിരിച്ചുപിടിക്കുന്നതാണ്. കഴിഞ്ഞ കൂലി വർധന നടത്തിയത് കൂലി വർധനയുടെ കാലാവധി കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷമാണ്. അതും 41 രൂപയുടെ വർധന. 1 വർഷത്തെ കുടിശ്ശിക ഒഴിവാക്കി 6 മാസത്തെ കുടിശ്ശികയാണ് നൽകിയത്. 300 ജോലി ചെയ്ത ഓരോ തൊഴിലാളിക്കും 15,500 രൂപയുടെ വീതം നഷ്ടമുണ്ടായി. ഈ പ്രാവശ്യം 3 മാസത്തെ 78 ദിവസത്തെ തൊഴിൽ ദിനം കണക്കാക്കിയാൽ ഓരോ തൊഴിലാളികൾക്കും 3,600 രൂപ വീതം നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ മാർച്ച് 26 പ്രഖ്യാപിച്ച പണിമുടക്കുമായി BMS മുന്നോട്ട് പോകുമെന്നും എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു നൽകുന്നതുവരെ BMS പ്രതിഷേധം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നും കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്ദൂർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.